SIR-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിച്ച CPIM. കരട് വോട്ടർ പട്ടികയിൽ നിന്നും 24 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി സംശയിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബീഹാർ മോഡൽ നടപ്പിലാക്കാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MV ജയരാജൻ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് മറ്റന്നാൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളിൽ 24 ലക്ഷത്തിലധികം ഫോമുകൾ തിരികെ ലഭിക്കാനുണ്ട്. ഇത് കണ്ടെത്താൻ കഴിയാത്തവരെന്ന് അറിയിച്ച് കരടിൽ നിന്നും പുറത്താക്കിയതിനു പിന്നിൽ അട്ടിമറി സംശയിക്കുന്നുവെന്നാണ് CPIM ആരോപണം. 2,78,50,000 വരുന്ന വോട്ടർമാരിൽ നിന്നാണ് ഏതാണ്ട് 48 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ ഒഴിവാക്കുന്നത്. ബോധപൂർവ്വം അല്ലാതെ വരില്ല. ഇത് ബീഹാർ മോഡൽ കേരളത്തിൽ നടപ്പാക്കാനാണ്, ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ കഴിയാത്തവരെ കരടിൽ നിന്നും പുറത്താക്കിയതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായും ഭരണതലത്തിൽ നിയമപരമായും SIR-നെതിരെ നിലപാട് കടുപ്പിക്കാനാണ് CPIM ഉദ്ദേശം. ഒന്ന്, ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കും. 2, നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും അത് നോക്കുകയും ചെയ്യും. സുപ്രീം കോടതിയിലെ കേസിന്മേൽ അന്തിമ വിധി വന്നില്ലല്ലോ. SIR-നെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ അന്തിമ വിധിക്കനുസരിച്ച് തുടർ നീക്കങ്ങൾ നടത്താനാണ് CPIM ആലോചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.